നവീനും മാണിക്കുഞ്ഞും കളരിക്കൽ എത്തുന്നതിന് മുന്നേ നമുക്ക് അങ്ങോട്ടേക്ക് എത്തണം. ആ അത് പ്രയാസോ. കല്ലി കൊണ്ടാ മാണിക്കുഞ്ഞ് വണ്ടി പറപ്പിച്ചങ്ങോട്ട് പോവും. ഓ അതിനിപ്പോ നമ്മൾ ഓടി എത്തില്ല. അതിനൊക്കെ എന്തേലും വഴിയുണ്ടാവും. നീ വണ്ടി എടുത്തേ. എടുക്ക്, അവര് പിന്നീട് തന്നെ ഉണ്ട്. വാ സാറേ. സാറേ അവരാ വണ്ടിയിലുണ്ടെന്ന്. ഇറങ്ങും. ഇത് മോളിക്കുട്ടിയല്ലേ? എന്താ മോളിക്കുട്ടിയുടെ? എന്റെ സാറേ ഒന്നും പറയണ്ട. രാവിലെ സിറ്റിയിലേക്ക് ഒരു ഓട്ടം കിട്ടി. ഇത്തിരി കാശ് തടയുന്ന കാര്യമാണല്ലോ എന്ന് കരുതി ഞാൻ കയറിങ്ങി ഏൽക്കുകയും ചെയ്തു. വന്നപ്പോ എന്താ സ്ഥിതി? കാണുന്ന കടയിലൊക്കെ കയറി 10-15 മിനിറ്റും സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ വണ്ടിയിലുണ്ടായിരുന്ന ആളെവിടെ? ആ അയാളുടെ പാട്ടിന് പോയി. എന്നിട്ട് നീ എവിടെയാ പോണേ? ഏതായാലും ഇത്രയും വന്നതല്ലേ, ഞാൻ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാന്ന് കരുതി. ഞങ്ങള് പലതവണ ഹോൺ അടിച്ചിട്ടും നീ എന്താ വണ്ടി നിർത്താഞ്ഞേ? അതെ, ചിലർക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടല്ലോ, ഈ ഹോണിൽ കൈവച്ചോണ്ട് വണ്ടി ഓടിക്കും. അല്ല എനിക്കെങ്ങനെ അറിയാം എന്റെ പിന്നാലെ വന്നോണ്ടിരിക്കുന്നത് നിങ്ങളാണെന്ന്? എന്നെ എന്തിനാ ഈ ചോദ്യം ചെയ്യലൊക്കെ? പിറകെ വരുന്നത് നവീൻ സാറാണെന്ന് സത്യമായിട്ടും അറിഞ്ഞില്ല കേട്ടോ. നവീൻ സാറ് കള്ളനൊന്നുമല്ല, പക്ഷെ വണ്ടി ഓടിക്കാൻ ഒരു കള്ളനെ തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. എന്നെ കള്ളനെന്ന് വിളിക്കുന്നൊക്കെ ശരി, നിന്റെയൊക്കെ കള്ളത്തരം എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? ഈ വണ്ടിയിൽ ഇരുന്ന ആളെവിടെ? അവരധികം ദൂരമൊന്നും പോയിട്ടില്ല സാറേ. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. എടോ മാണിക്കുഞ്ഞെ, സാറൊന്നും ഉണ്ടായിട്ടോ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അവിടെ ഉണ്ടാവും. ഇയാളുടെ ഒരു കാര്യം ഇയാൾക്കിത് എന്ത് പറ്റി സാറേ? എനിക്കറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഭ്രാന്തുണ്ട് മാണിക്കുഞ്ഞിന്. ശ്രദ്ധിക്കണം സാറേ, അവസാനം സാറിനെ കൊണ്ടോ ഏതെങ്കിലും കുഴപ്പത്തിൽ ചാടിക്കും. എവിടെ പോയി? എന്താണ് മാണിക്കുഞ്ഞ്, താൻ അന്വേഷിച്ച ആളെ കണ്ടെത്തിയോ? ഇല്ല സാറേ, എന്തായാലും ഞാനൊന്ന് കളരിക്കലേക്ക് വിളിക്കട്ടെ. ഇപ്പൊ കാണിച്ചുതരാം. എന്താ മാണിക്കുഞ്ഞെ? അമ്മേ, ഗാതമാട അവിടെ ഉണ്ടോ? ഇല്ലല്ലോ, സിത്താരയുടെ അടുത്തെന്തോ ആവശ്യമായിട്ട് പോയിരിക്കുക. എന്തു പറ്റി? ഓ ഒന്നുമില്ലമ്മേ, ഞാനേ സിറ്റിയിൽ വെച്ച് ഗാതാമാടത്തെ പോലെ വേറൊരാളെ കണ്ടു, അതാ. ഗാഥയെ പോലെ വേറൊരാളോ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഫോണിങ്ങെടുത്തേ. മാണിക്കുഞ്ഞെ, ഞാൻ നിർമ്മലയാ.
ഗാദയെ പോലെ വേറൊരാളെ കണ്ടു എന്ന് പറഞ്ഞത് സത്യമാണോ? അതെ അതെ അമ്മായി. ആ ഹ, ഞാനിപ്പൊ കരുതിയതേ ഉള്ളൂ. രാവിലെ മുതല് ഇവിടെയുള്ള ഗാദയെ കാണാനില്ല. സിത്താരയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചതാ. അവിടെ ചെന്നിട്ടുമില്ല. ഹ, വീണ്ടും പഴയ തിരുമറി തുടങ്ങിന്നാ തോന്നേ. അതിനെന്താ, ഇവിടെ എല്ലാരും പൊട്ടന്മാരാണല്ലോ. ഹ, ഗാദ ഒന്നല്ല 2 പേരുണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? ഹ, ഇനി താൻ കണ്ട ഗാദയെ താൻ തന്നെ നവീന് വിളിച്ച് കാണിച്ചു കൊടുക്ക്. ഹലോ ഹലോ. കേട്ടല്ലോ സാറേ, കേട്ടോ? മാണിക്കുഞ്ഞ്, താൻ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് പെട്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഞാൻ ഗാദയൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്റെ പൊന്നു സാറേ, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഈ അമ്മായി ഉദയമാവനൊക്കെ പറയുന്നത് വെറുതെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ. സാർ എൻ്റെ കൂടെ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ആ മോളിക്കുട്ടി, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് വീട് വരെ പോകണം. എന്താ സാർ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവത്തില്ല. അധികം വൈകാതെ എനിക്ക് മനസ്സിലാക്കി തരാം കേട്ടോ. സാറ് വന്നേ, വന്നേ സാറേ. നീ മോളിക്കുട്ടി, മോളിക്കുട്ടി, പേടിച്ച് തന്നെ സംഭവിച്ചല്ലോ. നവീന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. പിന്നെ ഉണ്ടാവാതിരിക്കോ? അയാളും മനുഷ്യനല്ലേ. എത്ര കാലം എന്ന് വെച്ചാൽ ഈ ഒളിച്ചുകളി മുന്നോട്ട് കൊണ്ടുപോകുന്നേ? ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നവീനും മാണിക്കുഞ്ഞും കളരിക്കൽ എത്തുന്നതിന് മുന്നേ നമുക്ക് അങ്ങോട്ടേക്ക് എത്തണം. ആ അത് പ്രയാസോ. കല്ലി കൊണ്ടാ മാണിക്കുഞ്ഞ് വണ്ടി പറപ്പിച്ചങ്ങോട്ട് പോവും. ഓ, അതിനൊപ്പം നമ്മൾ ഓടി എത്തില്ല. അതിനൊക്കെ എന്തേലും വഴിയുണ്ടാവും. നീ വണ്ടി എടുത്തേ. എടുക്ക്.